السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോക്ക്ഡൗണിൻ്റെയും കോവിഡിൻ്റെയും പശ്ചാത്തലത്തിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കും എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചല്ല നാം വിഷമിക്കേണ്ടത്, മറിച്ച് നാം വിഷമിക്കേണ്ട ഒരു വിഷയം ഇവിടെ പറയാൻ പോവുകയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്നും വിട്ടുപിരിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ ഇനിയുള്ള സമയങ്ങൾ പാഴാക്കിക്കളയാതെ, നഷ്ടപ്പെടുത്തിക്കളയാതെ നാം ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയോദാൻ മിമ്പറിൽ കയറിയപ്പോൾ അവിടുന്ന് ഓരോ സ്റ്റെപ്പിലേക്കും കാലെടുത്ത് വെക്കുന്ന സമയത്ത് ആമീൻ പറഞ്ഞു. 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. പതിവിൽ നിന്നും വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ സ്വഹാബികൾ സംശയം ഉന്നയിച്ചു. നബിയെ, അങ്ങ് പതിവിൽ നിന്നും വിപരീതമായി 3 ആമീൻ പറഞ്ഞല്ലോ, കാരണം എന്താണ്? ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞു, എൻ്റെ അടുത്ത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും 3 പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തപ്പോൾ ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണ്. ഇവിടെ ദുആ ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആമീൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്നതിൽ നാം സംശയിക്കേണ്ടതില്ല. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രത്യേകമായ സമയത്തു കൂടിയാണ് പ്രാർത്ഥന നടത്തിയിട്ടുള്ളത് എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. 3 ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. റമളാൻ വിട്ടുപിരിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നടത്തിയ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? ഷഖിയ്യുൻ അബ്ദുൻ അദ്റക റമളാന ഫൻസലഖ മിൻഹു വലം യുഗ്ഫർ ലഹു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധമായ റമളാൻ കടന്നു വരികയും ആ റമളാനിൽ തൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാതെ അവനിൽ നിന്നും റമളാൻ വിട്ടുകിടക്കുകയും ചെയ്താൽ, പാപങ്ങളെ പൊറുപ്പിക്കാത്തവനായ രൂപത്തിൽ റമളാനെ അവൻ യാത്രയാക്കിയാൽ അവൻ പരാജിതനായ അടിമയാണ്, അവൻ പരാജിതനാകട്ടെ എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒരു മനുഷ്യൻ റമളാൻ മാസത്തെ എത്തിക്കുകയും ആ റമളാൻ മാസത്തിൽ അവൻ്റെ പാപങ്ങളെ അവൻ പൊറുപ്പിക്കാതിരിക്കുകയും ആ പാപങ്ങൾ പൊറുപ്പിക്കാത്ത അവസ്ഥയിൽ റമളാനിനെ അവൻ യാത്രയാക്കുകയും ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയാക്കുകയും ചെയ്ത് അവൻ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ, അല്ലാഹു അവന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കുകയും ചെയ്യട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. മറ്റു ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണുള്ളത്. അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്. മാത്രമല്ല, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കുകയും ചെയ്യട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നാം നമ്മുടെ പാപങ്ങൾ ഈ റമളാൻ മാസത്തിൽ പൊറുപ്പിക്കാൻ തയ്യാറായോ എന്നുള്ളതാണ്. നാം ഏതെങ്കിലും പുസ്തകങ്ങളിലോ ഏതെങ്കിലും ഏടുകളിലോ ഉള്ള തൗബ അത് നോക്കി വായിച്ചത് കൊണ്ട് തൗബയാകില്ല. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ
പറ്റിയ ഏറ്റവും വലിയ മാർഗം അത് തൗബയാണ്. തൗബയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുക. തെറ്റുകൾ ചെയ്ത മനുഷ്യൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. താൻ ഇത്രയും തെറ്റ് ചെയ്തു പോയല്ലോ, ഇതൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവനക്ക് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള പവിത്രമായ മാസമാണ് റമദാൻ മാസം. ഇനി തുച്ഛമായ മണിക്കൂറുകൾ മാത്രമേ നമ്മിൽ ബാക്കിയുള്ളൂ. ആരെങ്കിലും തൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദം കേട്ട്, ഈ വീഡിയോ കേട്ട് അതിന് തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയെ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ആശ മുറിഞ്ഞവരാകണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ വെടിഞ്ഞവരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരാൻ അവൻ തൽപരനാണ്, അവൻ പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. നാം എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര പാപങ്ങൾ ചെയ്താലും, ആ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അത് തൗബയാണ്. ചെറുദോഷങ്ങൾ സുഹൃതങ്ങളെ കൊണ്ട്, നന്മകളെ കൊണ്ട് മായ്ക്കപ്പെടുമെങ്കിൽ വൻദോഷങ്ങൾ അങ്ങനെയല്ല. അത് തൗബ കൊണ്ട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുകയുള്ളൂ. വൻദോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 7 കാര്യങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ട. നിസ്കാരം നഷ്ടപ്പെടുത്തി കളയൽ, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വൻദോഷമാണ്. മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഗീബത്ത് പറയൽ വൻദോഷത്തിൽപ്പെട്ടതാണ്. മദ്യപാനം വൻദോഷമാണ്. ഇങ്ങനെ വൻദോഷങ്ങളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വൻദോഷങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ തൗബയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതേസമയം ചെറിയ തിന്മകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃതങ്ങളെ കൊണ്ട്, നന്മകളെ കൊണ്ട് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയൊക്കെ പൊറുപ്പിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും ഈ റമദാനിനെ തന്നിൽ നിന്നും യാത്രയാക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം. ആ തൗബയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയുള്ളൂ. ആ തൗബയുടെ നിബന്ധനകൾ എന്താണ്? ഉത്ലുബു മത്താബൻ ബിന്നദാമത്തി മുഖ്ലിഅ وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرع وكملا. മഹാനായ സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു, തുലുബു മതാബം ബിന്നദാമത്തി മുഖ്ലിഅ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ ആ തെറ്റുകൾ പൊറുപ്പിക്കുന്നതിന് തൗബയ്ക്ക് 3 നിബന്ധനകളാണുള്ളത്. 3 നിബന്ധനകളുണ്ട്. നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ കളവ് പറഞ്ഞ മനുഷ്യനാണെങ്കിൽ, മദ്യപിച്ച മനുഷ്യനാണെങ്കിൽ, വ്യഭിചരിച്ച മനുഷ്യനാണെങ്കിൽ, ഇതൊക്കെ വൻപാപമാണ്. ഈ തിന്മകളൊക്കെ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്തേ പറ്റൂ. ഈ തൗബയ്ക്ക് 3 നിബന്ധനകളാണുള്ളത്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട തിന്മകളാകുമ്പോൾ 3 നിബന്ധനകളാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണ്? താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പിന്മാറുക. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പിന്മാറുക. രണ്ടാമത്തെ നിബന്ധന, താൻ തൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ തിന്മകൾ വന്നുപോയല്ലോ, തെറ്റുകൾ വന്നുപോയല്ലോ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വേദന, നൊമ്പരം, വിഷമം
ഉണ്ടാവുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ വേദനയുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, റബ്ബേ, എന്നിൽ നിന്നും കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഈ തെറ്റുകളൊക്കെ വന്നുപോയല്ലോ, നീ എനിക്ക് പുറത്തു തരണേ. അപ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തിൽ തിന്മകൾ ചെയ്തു പോയതിന്റെ പേരിലുള്ള വിഷമം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്നും പിന്മാറണം. രണ്ടാമത്തേത്, ഹൃദയത്തിൽ നിന്നും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ വിഷമമുണ്ടാകണം, വേദനയുണ്ടാകണം, നൊമ്പരമുണ്ടാകണം. മൂന്നാമത്തെ നിബന്ധന, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റുകൾ ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ്. റമദാനൊക്കെ കഴിയട്ടെ. റമദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴയതുപോലെ തെറ്റുകളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ മാറ്റിവെച്ചിരുന്ന ചില തിന്മകളൊക്കെ ഇനി റമദാനാകും, റമദാൻ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ, റമദാൻ മാസം വന്നപ്പോൾ നിസ്കാരത്തിലൊക്കെ സജീവത വെച്ച് പുലർത്തി റമദാൻ കഴിഞ്ഞിട്ട് വേണ്ട തോന്നും പോലെ നിസ്കരിക്കുക എന്നുള്ള രൂപത്തിലുള്ള ചിന്തയാണെങ്കിൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. റമദാൻ കഴിഞ്ഞാലും താൻ നല്ലൊരു ജീവിതം നയിക്കുമെന്ന ദൃഢമായ ഉറപ്പ്, ആ ഉറപ്പ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് തൗബയുടെ നിബന്ധന. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തൗബയാവുകയുള്ളൂ. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ തിന്മകളും പുറത്തു തരുന്നതാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ തിന്മകൾ പുറത്തു തരണമെങ്കിൽ ഈ മൂന്ന് നിബന്ധനകളും നാം പാലിച്ചേ പറ്റും. എന്നാൽ നമ്മുടെ തെറ്റുകൾ, നാം ചെയ്ത തിന്മകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടിയാണെങ്കിൽ, ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരാളെ ആക്രമിച്ചതാണ്, ഒരാളെ ചീത്ത പറഞ്ഞതാണ്, ഇങ്ങനെ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടുകയോ കൂടി ചെയ്യണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുള്ളൂ. അയാൾ പൊരുത്തപ്പെട്ടാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഇനിയും തൗബ ചെയ്യാതെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം നഷ്ടപ്പെടുത്തി കളയാതെ തൗബകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അങ്ങനെ പാപങ്ങൾ പൊറുപ്പിക്കാത്തവനായി റമദാനിനെ യാത്രയാക്കിയവന് എന്ത് യോഗ്യതയാണുള്ളത് റമദാൻ പെരുന്നാളിന് ആഘോഷിക്കാൻ? എന്ത് യോഗ്യതയാണുള്ളത് പെരുന്നാളിന് സന്തോഷിക്കാൻ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് തടസ്സം ലോക്ക്ഡൗണോ കോവിഡോ അല്ല. തന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, റമദാൻ മാസം തനിക്ക് അനുകൂലമാകുമോ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കും, എനിക്കെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള യോഗ്യത, ഞാൻ എങ്ങനെ പെരുന്നാളിന് സന്തോഷിക്കും. അങ്ങനെയാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ ചിന്തിച്ചിട്ടുള്ളത്. എനിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് ജനങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ ആ മോചിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഈ ഒരു വിഷയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി റമദാൻ നാം യാത്രയാക്കണം. പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റമദാൻ മാസത്തിനെ യാത്രയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാക്കാതെ ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് ലോകത്ത് വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനവും മുക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.